നീലാണ്ടന്റെ പെണ്ണ്. രചന ഫാത്തിമ എസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഉണ്ണിമായ രാവിലെ തന്നെ കോളേജിലേക്ക് പോകാൻ തയ്യാറായി. അവൾ അടുക്കളയിൽ നിന്ന് അമ്മയോടായി പറഞ്ഞു, അമ്മേ, എനിക്ക് ഇന്നാണ് സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അവൾ വല്ലതും പറഞ്ഞായിരുന്നോ? അവൾ ആകുലതയോടെ തിരക്കി. എന്താ മോളെ? അവർ അടുപ്പിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അമ്മേ, ഇന്ന് 11 മണിക്കുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ എനിക്ക് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്ന് ഉരുകും. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞില്ല മോളെ. അവൾ വരുമ്പോൾ രൂപ കൊണ്ടുവരായിരിക്കും. നീ കുറച്ചേരം കൂടി കാത്തിരിക്കും. അവൾ വന്ന ശേഷം പോവാം. അമ്മ അടുപ്പിൽ വിറകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവൾക്ക് വേണ്ടി കാത്തിക്കാനും സമയമില്ല. ഇന്ന് എൻ്റെ ബസ് പോകും. അല്ലെങ്കിലും എല്ലാ സെമസ്റ്ററിലും അവസാനം പണിക്കുന്നത് ഞാനാ. ഇന്ന് ഞാൻ ആ ഓഫീസിലിരിക്കുന്നവരുടെ മുഖം കാണല്ലോ ഈശ്വര. അവൾ കലിതുള്ളിക്കൊണ്ട് പറഞ്ഞു. മോളെ, നീ സമാധാനപ്പെട്. അവൾ നിന്റെ കോളേജിൽ കൊണ്ട് പണം തരും. അവൾ എന്തെല്ലാം കാര്യങ്ങളാ ഓടി നടന്ന് ചെയ്യുന്നു. അമ്മ എന്തോർത്ത പോലെ പറഞ്ഞു. അമ്മ പറഞ്ഞതിൽ അലോസരം തോന്നി ഉണ്ണിമായ പറഞ്ഞു. അവൾ ഇവിടെ കഴിയുന്നതിന് എൻ്റെ അച്ഛൻ്റെ ഔദാര്യത്തിലല്ലേ? അപ്പൊ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നത് നല്ലതാ. അവജ്ഞതയോട് അവൾ പറഞ്ഞു. രാധാമണി അമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവരോർത്തു, തന്റെ ആദ്യ ഭർത്താവും മകളായ ഉണ്ണിയാർച്ചയുമായി എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞതായിരുന്നു. വിധി അർബുദത്തിന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അറിഞ്ഞപ്പോഴേക്കും ഒത്തിരി വൈകിയിരുന്നു. അദ്ദേഹം പോയി. ഒരു മകളുമായി ഒറ്റപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് ഉദയൻ ചെട്ടിയാരുടെ ആലോചന വന്ന്. തന്റെ മകൾക്ക് വേണ്ടി മാത്രം ഇനി ജീവിക്കാമെന്ന് കരുതിയ രാധാമണി അമ്മയെ സമൂഹം വെറുതെ വിട്ടില്ല. മകൾക്ക് വേണ്ടിയെങ്കിലും ഒരു വിവാഹം കഴിച്ചുകൂടെ എന്ന കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ വിവാഹത്തിന് സമ്മതിച്ചത്. ഉദയൻ ചെട്ടിയാരുമായിട്ടുള്ള വിവാഹത്തിൽ രാധാമണി അമ്മയ്ക്ക് ജനിച്ച കുഞ്ഞാണ് ഉണ്ണിമായ. ഉണ്ണിയാർച്ചയെ ഉദയൻ ചെട്ടിയാരോ അയാളുടെ ചോരയിൽ പിറന്ന ഉണ്ണിമായോ പോലും അംഗീകരിച്ചിരുന്നില്ല. ഉണ്ണിയാർച്ചയ്ക്ക് വിദ്യാഭ്യാസം പോലും നേരെ നൽകിയില്ല. ഒരു മകൾ കാണെ മറ്റേ മകൾക്ക് ലഭിക്കുന്ന സന്തോഷവും പരിഗണനയും കണ്ട് ആ അമ്മയുടെ മനസ്സ് പലപ്പോഴും നീറിപ്പുവഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പോകുന്നമ്മേ, എന്റെ അച്ഛൻ കിടപ്പിലായിരുന്നില്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ കാത്തിക്കേണ്ടി വരില്ലായിരുന്നു. അവൾ അതും പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു സമയത്തിന് ശേഷം തന്റെ ഒരു പഴഞ്ചൻ സ്കൂട്ടിൽ പാഞ്ഞു വന്ന അർച്ചനെ കാണെ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസമുണ്ടായി. ആ, മോള് വന്നോ? വാ മോളെ, വല്ലതും കഴിക്കാം. അവർ സ്നേഹത്തോടെ അവളുടെ നെറ്റിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഉണ്ണി പോയോ? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. പോയി മോളെ. അവൾ കുറച്ചുനേരം നിന്നെ കാത്തു നിന്നു. പിന്നെ നിന്നെ കാണാത്തോണ്ട് ബസ് നഷ്ടമായെന്ന് കരുതി പോയതാ. അമ്മ ദൈന്യതയോടെ പറഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, എന്റെ കുട്ടീന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തലവിളിച്ച് നിൽക്കേണ്ടി വരുമല്ലോ. അവൾ അതും പറഞ്ഞ വേഗത്തിൽ കോളേജ് ലക്ഷ്യമാക്കി പോയി. അമ്മ പുറകെ ചെന്ന് വിളിച്ചു പറഞ്ഞു. മോളെ നിക്ക്, വല്ലതും കഴിച്ചിട്ട് പോ. പക്ഷേ അവളത് കേൾക്കാതെ പോയി. കോളേജിൽ ചെന്നപ്പോഴേക്കും സെക്യൂരിറ്റി അകത്തേക്ക് അയറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ വേഷം അത്രയ്ക്കും മുഷിഞ്ഞതായിരുന്നു. എന്താ വേണ്ട? അയാൾക്ക് അടുത്ത സ്വരത്തിൽ ചോദിച്ചു. എന്റെ അനിയത്തി ഇവിടെ പഠിക്കുന്നുണ്ട്. അവളുടെ ഫീസ് അടക്കാൻ വന്നാ. അവൾ അപേക്ഷയോടെ പറഞ്ഞു. പോയിക്കോളൂ, അയാൾ പറഞ്ഞു. വണ്ടിയുമായി ക്യാമ്പസ് താണ്ടുമ്പോൾ ആർച്ചയ്ക്ക് ഭയമുണ്ടായിരുന്നു. കാരണം തന്റെ ഈ വേഷം ഉണ്ണിക്ക് ഇഷ്ടമായി എന്ന് വരില്ല. അവൾ വാഗമരച്ചോട്ടിൽ മാറിയുന്നുകൊണ്ട് ഉണ്ണിയെ വിളിപ്പിച്ചു. ക്ലാസ്സിൽ കൂട്ടുകാരുമായി ഗോസിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിമായ. ഏയ് ഉണ്ണിമായ, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. അത് ആരാണ് ഉണ്ണിമായ? സോറി ടു സേ യാർ, ഷീ ഈസ് ഡിസ്ഗസ്റ്റിംഗ്. അവൻ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഗോഷ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണിക്ക് അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ആൾ അവിടെ നിന്ന് കുതിച്ചുകൊണ്ട് വാഗമന് ലക്ഷ്യമാക്കി പോയി. നീ എന്നെ അപമാനപ്പെടുത്താനാണോ ഇങ്ങോട്ട് വന്ന്? അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ഉണ്ണി പറഞ്ഞു. മോളെ, ചേച്ചി മോൾക്കുള്ള ഫീസും കൊണ്ട് വന്ന. ദാ മോളെ പണം. എൻ്റെ കുട്ടി വേഗം കൊണ്ടുപോയിട്ട് അടച്ചോളൂ. അതിൽ ചേച്ചി ഒരു 500 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. കൂട്ടുകാരും മോളെന്തെങ്കിലും വാങ്ങി കഴിക്കും. അതും പറഞ്ഞ ആർച്ചപ്പാണ് ഉണ്ണിക്ക് നേരെ നീട്ടി. പണം കണ്ടതോടെ അവളുടെ കണ്ണ് തിളക്കമാർന്നു. ശരി ശരി, വേഗം പോയിക്കോ. ആരെങ്കിലും ചോദിച്ചാലേ അകന്ന ബന്ധാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവൾ പണം എണ്ണി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആർച്ച ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. തന്റെ അനിയത്തി തന്നെ ഒന്ന് ആലിംഗനം ചെയ്ത് ഒരു നന്ദി പറഞ്ഞിരുന്നെങ്കിലെന്ന്. താൻ ഈ പണം ഒപ്പിക്കാൻ പെട്ട പാടിനോർത്ത് അവൾ നെടുവീർപ്പെട്ടു. തന്റെ അടുത്തൊരു നന്ദി വാക്കുകൂടി പറയാതെ പോകുന്നവളെ കാണെ അവളുടെ ഉള്ളം വിതുമ്പി. എന്നാൽ കൂടി അവിടെ ആ പോക്ക് കണ്ട് ചുണ്ടിലൊരു ചെറിയ ചിരി വിടർത്തി സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് പോയി ആർച്ച ചെയ്യാത്ത പണികളില്ലായിരുന്നു. രാവിലെ 3 മണിക്ക് എണീക്കും. പാർട്ട് ടൈമായിട്ട് ഒന്നിലധികം വീടുകളിൽ ജോലിക്ക് പോകും. ശേഷം തയ്യൽ ഫാക്ടറിയിൽ പോകുമായിരുന്നു. വർദ്ധിച്ച ദുഃഖഭാരത്തോടെയാണ് ആർച്ച കോളേജ് ഗേറ്റ് ഇറങ്ങിയത്. പെട്ടെന്ന് മുന്നിൽ ഒരു ജീപ്പ് വട്ടം പിടിച്ചപ്പോൾ അവൾ അമ്പരന്ന് പോയി. അല്ല, ഇതാരും ആർച്ച പെണ്ണോ? അവൻ ചോദിച്ചു. നീലാണ്ടനായിരുന്നു അത്. അവൻ തന്നെ മുഖത്തിരുന്ന ഗ്ലാസ് മാറ്റിക്കൊണ്ട് ജീപ്പിൽ നിന്നിറങ്ങി അവളുടെ സ്കൂട്ടിയുടെ അടുത്തായി വന്നു നിന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ആർച്ച അത് പുറത്തു കാണിച്ചില്ല. അവൾ ധൈര്യത്തോടെ ചോദിച്ചു. ഇതാരും ബ്ലേഡോ? എന്താ എന്റെ വഴിയിൽ? അവൻ കണ്ണാടി ഊരി മാറ്റിയപ്പോഴാണ് കാണുന്നത്. അവന്റെ ഒരു കണ്ണ് കാഴ്ചയില്ലാത്താണ്. അത് എന്തുകൊണ്ട് അടിച്ച പോലത്തെ പാടുമുണ്ട്. നിനക്ക് നിഴലായിട്ട് ഇന്നും ഞാൻ കൂടെയുണ്ടല്ലോ ആർച്ച. പക്ഷെ നീ എന്നെ കാണുന്നില്ല, അതാ പ്രശ്നം. എനിക്ക് നിന്റെ നിഴലിന്റെ ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ നിന്റെ അഭ്യാസം കാണിച്ചതിന്റെ ഫലം നിന്റെ ഈ ഒരു ഭാഗം ഇട്ടായതെന്ന് ഓർമ്മയാണ്. അതുകൊണ്ട് എൻ്റെ വഴിയിൽ നിന്ന് മാറുന്നത് എനിക്ക് നല്ലത്. അതും പറഞ്ഞ് അവൾ സ്കൂട്ടി എടുത്ത് പോകാനൊരുങ്ങി. സ്കൂട്ടി ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആർച്ച, എന്നെ എന്താണ് നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നറിയോ പെണ്ണേ?
നിന്റെ കണ്ണിലെ ഈ തീ ഉണ്ടല്ലോ, അതാണെടി പെണ്ണേ. നിന്നെപ്പോലൊരു തീക്കലിനെ തന്നെ സ്വന്തമാക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്. നീ നോയിക്കോ, ഒരു ദിവസം നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് യാചിക്കും, നിന്നെ ആ വിവാഹം കഴിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഈ ഇരുട്ടായൊരു ഭാഗം അത് ഞാൻ നിന്റെ ഓർമ്മയ്ക്കായി കൊണ്ടുനടക്കുന്ന. എനിക്ക് കൊതിയാ പെണ്ണേ, നിന്റെ ഈ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ശരീരം ഒന്ന് അനുഭവിക്കാൻ വേണ്ടി. അവനവൾ തൊടാൻ ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊരു നോട്ടം കൊണ്ട് അവൻ്റെ കൈകളെ പിൻവലിപ്പിച്ചു. എനിക്ക് പോണം. പോവാലോ, ഒരല്പനേരം കൂടി നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നീ എന്തിനാണ് വേണ്ടി നിന്നെ അംഗീകരിക്കാത്ത ഒരു കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവളുടെ കണ്ണുകളിൽ വെള്ളാരങ്കല്ലുകൾ പ്രത്യക്ഷമായെങ്കിലും അവൾ അവൻ കാണാതെ അത് മറച്ചു കളഞ്ഞു. വഴിന്ന് മാറി, എനിക്ക് പോണം, വൈകുന്നു. അവൾ ധൃതി കൂട്ടി. നീലണ്ണൻ തുടർന്നു. നിനക്ക് എന്തിനാണ് ആർച്ച ഈ കഷ്ടപ്പാട്? അത് നിന്നെ വേണ്ടാത്ത ആളുകൾക്ക് വേണ്ടി. നിനക്ക് എന്നെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ? അവളൊരു പുച്ഛച്ചിരിയോടെ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എത്ര പെൺപിള്ളേരുടെ അടുത്ത് ഈ ഡയലോഗ് കാച്ചി കാണും? എന്നെ ആ കൂട്ടത്തിൽ പെടുത്തല്ലേ മോനെ. ബ്ലേഡ് കാശിൽ ജീവിക്കുന്നത് നിനക്കറിയോ? കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ സുഖം. അതും പറഞ്ഞ് അവൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാൻ തുനിഞ്ഞു. അവനൊരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു, എടീ, ഈ ഒറ്റക്കണ്ണനൊരു കൈ ഒരു കണ്ണും തന്നെ ധാരാളാ. ഞാനൊന്നും മനസ്സ് വെച്ചാ നീ എന്നെ എൻ്റെ കിടക്കിലെത്തിയനെ. പക്ഷെ എന്തോന്ന് നിന്നെന്നിൽ ഉടക്കി വലിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് നിന്നെ വിട്ടുവെക്കുന്നത്. അതും പറഞ്ഞ് അവൻ കൈയെടുത്തു. ആർച്ച തന്റെ സ്കൂട്ടി വിട്ട് പോയി. ഉണ്ണിമായ കിട്ടിയ പണവുമായി കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി. അവൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, എന്റെ ഷെയർ സെറ്റായി, ഇനി നമുക്ക് പോയാലോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, എവിടെ പോവാ? ഗേൾസ് ഗ്യാങ്ങിൽ ഒരുപാട് ബോയ്സിനോടായി ചോദിച്ചു. എന്നാൽ നമുക്ക് ഡേ പാർട്ടിക്ക് പബ്ബിലോട്ട് പോയാലോ? ഒരുവൻ സജഷൻ പോലെ പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. തിരിച്ച് ഫാക്ടറിയിലെത്തി ജോലിയിൽ മുഴുകിയായിരുന്നു അവൾ. നീലകണ്ഠം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ. തൻ്റെ അനിയത്തിയോ അച്ഛനോ ഒന്ന് തന്നെ സ്നേഹത്തോടെ പരിഗണിച്ചിരുന്നെങ്കിലെന്ന് അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അവൾ അറിയാതെ തന്നെ ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ച് താഴേക്ക് വീണു. അയ്യേ, എൻ്റെ ജാൻസി റാണി കരയാണോ? ഉഷ ചേച്ചിയുടെ നർമ്മരൂപേണയുള്ള ചോദ്യം കേട്ടിട്ടാണ് അവൾക്ക് പരിസരബോധം ഉണ്ടായത്. അവൾ കണ്ണു തുടച്ചുകൊണ്ട് ഒരു നേരത്തെ ചിരി മുഖത്ത് വരുത്തി. ഈ ഉഷേച്ചിയുടെ ഒരു കാര്യം, ഈ ജാൻസി റാണി കരയോ? കണ്ണിലെന്തോ വീണതാ, പൊടിയാണെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞൊപ്പിച്ചു. എടി മോളെ ആർച്ചേ, നിന്നെ ഞാൻ ഇന്നു മുതലാ കാണാൻ തുടങ്ങിയത്. എൻ്റെ അടുത്ത് എന്തിനാ ഈ ഒളിച്ചു കളി? അവരതും പറഞ്ഞ് അവളുടെ മുഖമുയർത്തി. ഇന്നും അവൾ കള്ളം പറഞ്ഞ് നിന്റെ അടുത്ത് പണം വാങ്ങിയല്ലേ? ഏയ്, ആർച്ച പറഞ്ഞു. പിന്നെ നീ എന്തിനാടി ഇവിടെ വരാൻ വൈകിയത്? ഉഷ ദേഷ്യത്തോടെ ചോദിച്ചു. അത് എൻ്റെ വണ്ടിക്കൊരു ഏനക്കേട്, അതുകൊണ്ട് വർക്ക്ഷോപ്പിലായിരുന്നു. ഉവ്വ്, ഞാൻ വിശ്വസിച്ചു. നീ അഭിമാനിയല്ലേ, അതാ ഒന്നും വിട്ടു പറയാത്ത. എന്തിനാ പെണ്ണ് നീ ഇങ്ങനെ വിഡ്ഢിയാവുന്നു? അതും പറഞ്ഞ് അവരവരുടെ സീറ്റിൽ പോയിരുന്നു. ആർച്ച അവളുടെ ജോലിയിൽ മുഴുകി. അന്ന് വൈകുന്നേരം വൈകിയാണ് ആർച്ച അവളുടെ വീട്ടിൽ തിരിച്ചെത്തിയത്. അമ്മ അവളെ കാത്തുകൊണ്ട് ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ക്ഷീണിച്ചാണ് വീട്ടിൽ തിരികെ എത്തിയത്. അമ്മ ചോദിച്ചു, എന്താ മോളെ വൈകിയത്? അവൾ ചെരിപ്പൂരിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. അമ്മ, ജോലി സമയത്തല്ലേ ഞാൻ കോളേജിൽ പോയത്, ആ സമയത്ത് കൂടി ജോലി ചെയ്യാനുണ്ടായിരുന്നു, അതാ വൈകിയത്. ശരി മോളെ ആർച്ചേ, പോയി കുളിച്ചിട്ട് വാ, അമ്മ കഴിക്കാനെടുത്ത് വെക്കാം. അവൾ മുറി ലക്ഷ്യമാക്കി നടന്നു. സന്ധ്യാനേരമായപ്പോഴാണ് ഉണ്ണിമായ തിരികെ വീട്ടിലെത്തിയത്. അന്ന് അവൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആർച്ച അവളെ കാത്തിരുന്നു. കുളിയും കഴിഞ്ഞ് വിളക്കും കത്തിച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ വന്നത്. അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന പെർഫ്യൂം അവൾക്ക് പരിചയമില്ലായിരുന്നു. ഉണ്ണി, ഒന്നിന്നേ, ആർച്ച വിളിച്ചു. എന്തു വേണം? അവൾ ആർച്ചയുടെ മുഖത്ത് നോക്കാൻ നിന്നു. നീ മദ്യപിച്ചിട്ടുണ്ടോ? ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. ഉണ്ടെങ്കിൽ നിനക്കെന്താ? നീ ആരെന്നെ ചോദ്യം ചെയ്യാ? നിന്നോട് വെറുപ്പുണ്ടോ ഞാൻ കുടിച്ച്? കുട്ടിക്കാലത്ത് ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല. ആർച്ചയ്ക്ക് അവളുടെ വാക്കുകൾ കൂരമ്പ് പോലെ തന്റെ ശരീരത്തിലേറ്റ പോലെ അനുഭവപ്പെട്ടു. അങ്ങനെയൊന്നും ഇല്ല മോളെ, നിനക്ക് തോന്നുന്നതാ. അമ്മ നമ്മൾ രണ്ടാളി ഒരേപോലെയാണ് കാണുന്നത്. ഉണ്ണി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക, അവൾ വിഷമത്തോടെ പറഞ്ഞു. എന്ത് തെറ്റിദ്ധാരണ? എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് നീ ഉള്ളതുകൊണ്ട് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും നിന്റെ കാര്യത്തിൽ ആകുലത, അല്ലാതെ നിന്നിലും ചെറിയവള എന്നെ കുറിച്ചല്ല. അവളുടെ ശബ്ദം മുഴങ്ങി. ഉമ്മറത്ത് നടക്കുന്ന ശബ്ദം കേട്ടാണ് അമ്മ എണീറ്റ് വന്നത്. എന്താ കുട്ടികളെ ഈ ബഹളം? ഉണ്ണി, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്താ നിന്റെ അടുത്ത് നിന്ന് ആറ്റം വരുന്നത്? അവർ മൂക്കുപുത്തി കൊണ്ട് ചോദിച്ചു. ഞാനിന്നൊരു ഫ്രണ്ട്സുമായിട്ട് പുറത്തുപോയി, അതിലൊരാളുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അവൾ അമ്മയോട് ആടിക്കൊണ്ട് പറഞ്ഞു. നീ കുടിച്ചിട്ടുണ്ടോ? അമ്മയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. അമ്മയുടെ അടുത്തേക്ക് ആഞ്ഞ് കൈവീശി. എന്നാൽ അപ്പോഴേക്ക് ആർച്ചയുടെ മുമ്പിലായി നിൽപ്പുണ്ടായിരുന്നു. അടികൊണ്ടത് ആർച്ചയ്ക്കാണെന്ന് മനസ്സിലായതും അമ്മ പിന്നെ ഒന്നും മിണ്ടാതെ രണ്ടടി മാറി നിന്നു. ആർച്ച തിരിഞ്ഞെന്ന് ഉണ്ണിമായോട് പറഞ്ഞു. മോളെ, നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അവൾ ഉണ്ണിയെ മുറിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. തിരികെ വന്നപ്പോൾ അമ്മ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. അവൾ ഈ താതോന്നി പെണ്ണായിട്ട് ജീവിക്കാൻ നീയാ കാരണം. കുഞ്ഞിലെ മുതൽ അവൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും നീ അടി വാങ്ങിയിരുന്നു. എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്യുന്നു? അവൾ എന്തുകൊണ്ട് ജീവിതം പഠിക്കാൻ നീ അനുവദിക്കുന്നില്ല? അമ്മ നേരിയതിന്റെ തലപ്പുകൊണ്ട് വാപ്പുത്തി. നീ ഇന്ന് കൊണ്ടുകൊടുത്ത പണം ദൂർത്തടിച്ചിട്ട് അവിടെ വരവ്. അതിനാ കാലത്തെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നാടകം നടത്തിയത്.
അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ആർച്ച സാവകാശം പറഞ്ഞു. ഇല്ലമ്മേ, ഞാനാണ് പണം കൊണ്ട് ഓഫീസിലടച്ച്. അവൾ പറഞ്ഞ അവിടെ കൂട്ടുകാർക്ക് അവൾ കൊടുത്ത ജ്യൂസിലെന്തോ കലത്തിയെന്ന. അല്ലാതെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന്? അവൾ ഉണ്ണിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. നീ അവളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം നിനക്ക് നിന്റെ ജീവൻ തന്നെ അവൾക്ക് വേണ്ടി നൽകേണ്ടി വരും. അമ്മ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അമ്മേ, ഞാൻ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയല്ലേ. അവളൊരു ചെറു ചിരിയോട് അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. പിറ്റേന്ന് കുറച്ച് വൈകിയാണ് ഉണ്ണി എണീറ്റത്. അവൾക്ക് തലക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നി. അവൾ ഓർത്തുപോയി ഇന്നലെ താൻ അതിരി കടന്നുവെന്ന്. അവൾ എണീറ്റ് ഫ്രഷ് ആവുന്നതിനായി പോയി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കാത്ത് ആർച്ച നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണി മോളെ, പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ച്. ഉണ്ണി സംശയഭാഗത്തിൽ തിരിഞ്ഞു നോക്കി. മോളെ, ചേച്ചി പറയുന്ന ഒരു കാര്യം മോൾ കേൾക്കണം. ഇന്നലെ വന്ന പോലെ മോളിനി വരരുത്, അവൾ പറഞ്ഞു. എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ ആജ്ഞാപിക്കാൻ ആരാ നിനക്ക് അവകാശം നൽകിയത്? അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. എനിക്കറിയേണ്ട കാര്യങ്ങൾ നോക്കാം, നീ അതിൽ ഇടപെടണ്ട. അതും പറഞ്ഞ് അവൾ വാതിൽ കൊട്ടിയടച്ചു. പിന്നെ ആർച്ച അവിടെ നിന്നില്ല. ആർച്ച ഒരുങ്ങി ജോലി സ്ഥലത്തേക്ക് പോയി. ലഞ്ച് ബ്രേക്ക് സമയത്ത് ഉഷ ചേച്ചി അവളുടെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. എന്താ ആർച്ചേ, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? നീ കരഞ്ഞോ? നിന്റെ കൺപോളകൾ എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഇന്നലെ ഞാൻ ഉറങ്ങാൻ കുറച്ച് വൈകി, അതാ കണ്ണുകളിങ്ങനെ ഇരിക്കുന്നത്. ആളൊരു ചെറു ചിരിയോട് അവരോട് പറഞ്ഞു. ഉഷ ചേച്ചി തുടർന്നു. ആർച്ചേ, നീ എന്താ കുട്ടി നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത? നീ വർഷത്തിലെങ്കിലും ഒരു പുത്തം കൂടി നിനക്കായിട്ട് എടുത്തൂടെ? നിനക്കറിയോ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന്? അവരവളോട് ചോദിച്ചു. ഉഷ ചേച്ചിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നല്ലേ. എൻ്റെ ഈ വരുമാനത്തിൽ ആ കുടുംബം ഓടുന്നു, പോരാത്തിന് ഉണ്ണിമോളുടെ പഠിത്തവും. അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ ജീവിക്കുന്നതിന് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ നന്നാവില്ല, അവർ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു. ശേഷം ഉഷ ചേച്ചി അവളോട് പറഞ്ഞു. ആർച്ചേ, നീ ഇന്ന് ജോലി കഴിയുമ്പോൾ എന്നോടൊപ്പം വരാമോ? എൻ്റെ മകൾക്ക് വേണ്ടി അവിടെ പിറന്നാളിന് വസ്ത്രം എടുക്കണമായിരുന്നു. നിനക്കാവുമ്പോൾ നല്ല സെലക്ഷൻ സെൻസ് ഉണ്ടല്ലോ. എൻ്റെ മകൾ തന്നെ എന്നോട് പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വസ്ത്രം എടുക്കാൻ. അതിൻ്റെ ഉഷേച്ചി, ഗൗരിമോളുടെ പിറന്നാളിന് നമുക്ക് നല്ലൊരു ഡ്രസ്സിന് എടുത്തു കളയാം, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. തുണിക്കടയിൽ നിന്ന് ആർച്ച ഗൗരിമോൾക്ക് ചേരുന്ന വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് നീലകണ്ഠൻ വന്നത്. വൈകുന്നേരം പലിശ പിരിക്കാൻ വന്നതായിരുന്നു അവൻ. അവൻ്റെ പരിചയക്കാരനായിരുന്ന ആ കട ഉടമസ്ഥൻ. നീലകണ്ഠൻ ആർച്ചയെ കണ്ടു. അടുത്തായി നിൽക്കുന്ന ഉഷയെയും. അവൻ ഉഷ ചേച്ചിയോട് ചോദിച്ചു. എന്താണ് ചേച്ചി പതിവില്ലാതെ ചിലരൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നത്? ഉഷ മറുപടി നൽകി. അത് നീലാണ്ട, എൻ്റെ മോളുടെ പിറന്നാളാ. ആൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ എടുക്കാൻ വന്നാൽ ഞങ്ങൾ. ആർച്ചയ്ക്കാകുമ്പോൾ നല്ല സെലക്ഷൻ അറിയാലോ. ഉഷ ചേച്ചി ഒന്ന് വരാമോ? ആർച്ച ഉഷയെ വിളിച്ചു. ചേച്ചി ഇതെങ്ങനെയുണ്ട്? ആളൊരു ഗൗൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, നന്നായിട്ടുണ്ട്, അത് പറഞ്ഞ് നീലേണ്ടനായിരുന്നു. ആർച്ച കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവളെ നോക്കി നല്ലൊരു ചിരിയിരിച്ചു. അവളത് കണ്ണിൽ നിന്ന് അടിച്ചു നിന്നു. അവൻ അവളുടെ വസ്ത്രം നോക്കി. അത് അത്രമേൽ പഴയതും കീറി തുന്നി തയ്ച്ചതുമായിരുന്നു. അവൻ നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ ഗോൾഡൻ ഡീറ്റെയിലിംഗുള്ള ഒരു സാരി എടുത്തു. ശേഷം കൗണ്ടറിൽ ചെന്നു കട ഉടമയോട് പറഞ്ഞു. എൻ്റെ പൊന്നു നാസറേ, നീ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സാരി അവൾ കൊടുത്തിരിക്കണം, ഏത് വിധേനയും, അയാൾ പറഞ്ഞു. അത്രയുള്ളോ? അത് ഞമ്മളേറ്റ്. നീലാണ് സമാധാനത്തോടെ പോയിക്കോ. അവനവൾ ഒരിക്കൽ കൂടി നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. വസ്ത്രങ്ങൾ എല്ലായിടത്തും ബില്ലിംഗ് സെക്ഷനിൽ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കടയുടമയായ നാസർ അവരുടെ അടുത്തേക്ക് വന്നത്. മാം, ഞങ്ങൾ ഇന്നൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങളാണ് വിജയിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനം. അതും പറഞ്ഞ അയാൾ ഒരു കവർ ഉണ്ണിയാർച്ചയുടെ നേരെ നീട്ടി. അവൾ മടിച്ചു നിന്നു. എനിക്കെന്തിനാ സമ്മാനം? ഞാനല്ല ഇവിടെ പർച്ചേസ് ചെയ്ത്. ദാ ഈ നിൽക്കുന്ന ചേച്ചിയാ, ഇങ്ങ് കൊടുത്തോളൂ. ഉഷ ചേച്ചി അത് വാങ്ങാൻ തയ്യാറായി നിന്നു. നാസർ ഒന്ന് വിളറി. അയാൾ പറഞ്ഞു. പടച്ചോനെ, ഇടങ്ങാറാവോ? ഇത് കൊടുത്തില്ലെങ്കിൽ ആ ഒറ്റക്കണ്ണൻ്റെ ഇടി മുഴുവൻ നമ്മൾ കൊള്ളണം. അയാൾ നിന്ന് പിറുവിറുത്തു. നാസർ പറഞ്ഞു. അയ്യോ മോളെ, ഇത് നിനക്കുള്ള, കാരണം നീയാണ് ഇന്ന് ഇത്ര മിനിറ്റുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത്. അപ്പൊ നീയാണ് ഇന്നത്തെ സൂപ്പർ കസ്റ്റമർ, അയാൾ പറഞ്ഞൊപ്പിച്ചു. അയാൾ തന്നെ പോക്കറ്റിൽ നിന്ന് തൂവാലെടുത്ത് മുഖം തുടച്ചു. ശേഷം ഉഷക്കായ ഒരു കോട്ടൺ സാരി നൽകി. ഉഷ സന്തോഷത്തോടെ വാങ്ങി. ശേഷം ആർച്ചയ്ക്ക് നേരെ നീട്ടിയ കവർ കൂടി വാങ്ങി അവരോടൊന്നും പോയി. പോകുന്ന വഴിയിൽ ഉഷ അവൾക്ക് കിട്ടിയ കവറും നോക്കി. അതൊരു പ്യുവർ ബനാറസ് സാരിയായിരുന്നു. ദൈവമേ, അവർ അതിശയിച്ചു പോയി. നോക്കൂ ആർച്ചി, എന്ത് നല്ല സാരി. ആ കടക്കാരൻ പൊട്ടന് മാറിപ്പോയതായിരിക്കോ? കണ്ടാൽ തന്നെ അറിയാം ഒരു 10,000 രൂപയെങ്കിലും വരും, ഉഷ പറഞ്ഞു പോയി. ആർച്ചി ആ സാരി എടുത്ത് നോക്കി. നല്ല മിനുസമുള്ള ഒഴുക്കമുള്ള സാരി. അവൾക്ക് ആ കളർ നന്നായിട്ട് ഇഷ്ടമായിരുന്നു. അതിന്റെ വില അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല നിറം, നിനക്ക് നന്നായി ചേരും. നാളെ കാർത്തികയല്ലേ, നീ കാവി പോകാൻ നേരം ഈ സാരി ഉടുക്കണം കേട്ടോടി. ഈക്കൊല്ലെങ്കിൽ നീ ഒരു പുതിയ തുണിയെടുത്ത് എനിക്ക് കാണണം, ഉഷ സന്തോഷത്തോടെ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. വഴിയിൽ നീല കണ്ട ഒരാളുടെ അടുത്തുനിന്ന് പലിശ പണം പിരിക്കുകയായിരുന്നു. തോമസേ, നീ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കരുത്. എവിടെയാണോ പലിശ പണം? ഞാൻ നിനക്കൊക്കെ പണവും തരണം, പിന്നെ നിന്നെയൊക്കെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യണോ? നിന്റെ സമയം വളരെ മോശമായതുകൊണ്ടാ നീ എൻ്റെ മുമ്പിൽ തന്നെ വന്ന് വെട്ട്. അതും പറഞ്ഞ് അവൻ അയാളുടെ കൂമ്പ് നോക്കി ഇട്ടി കൊടുത്തു. നിനക്ക് ചാരായം കുടിക്കാൻ കാശുണ്ടല്ലോ, എൻ്റെ പലിശക്ക് വാങ്ങിയ പണം തരാനില്ലല്ലേ? അതും പറഞ്ഞ് അയാൾ രണ്ടാമത് ഇരിക്കാൻ ഒരുക്കുമ്പോഴാണ് ഉഷയെ ആർച്ചയും വരുന്നുണ്ട്.
ഓനെ തോമസേ, നിന്റെ സമയം അത്രയ്ക്കും മോശമല്ലടാ. അതുകൊണ്ട് നീ ഇന്ന് പോയിട്ട് നാളെ എന്റെ പണവും കൊണ്ട് എന്റെ വീട്ടിൽ വരണം. കേളാ പുന്നാര മോനെ. അതും പറഞ്ഞ അയാളെ പറഞ്ഞു വിട്ടു. എന്താ ഉഷ ചേച്ചി, കവറുകളുടെ എണ്ണം കൂടുതലാണല്ലോ, കട മൊത്തം വാങ്ങിയ ലക്ഷണമുണ്ടല്ലോ. അവൻ ആർച്ചയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് അത്രയ്ക്കൊന്നുമില്ല, ഇത് ഞങ്ങൾക്ക് തുണിക്കടയിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാ, ഉഷ സന്തോഷത്തോടെ പറഞ്ഞു. ആർച്ച അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നോട്ട് നടന്നുപോയി. ഉഷ ചേച്ചി ഞാൻ പോയിക്കോട്ടെ, എനിക്കല്പം ധൃതിയുണ്ട്, ആർച്ച പറഞ്ഞു. ആർച്ചേ പോവലടി, ഞാൻ കൂടി വരുന്നു, അവര് വിളിച്ചു പറഞ്ഞു. എന്നാ ശരി നീലാണ്ട. ഉഷ തിടുക്കത്തിൽ നടന്നു. അവർ കണ്ണിൽ നിന്നും മറയുന്നവരെ നീലാണ്ടൻ അവരെ തന്നെ നോക്കി നിന്നു. നീലാണ്ടൻ കുറച്ച് മുരടനാണെങ്കിലും ആള് ശുദ്ധനാ, പാവം ചെറുപ്പക്കാരൻ. എങ്ങനെയാണോ എന്തോ അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അവർ നെടുവീർപ്പെട്ടു. എന്നാലും അവനുള്ള തന്റെയിടവും കരുത്തും ഒന്നും തന്നെ ഈ നാട്ടിലുള്ളമാർക്കില്ല, ഉഷ അവനെ പുകഴ്ത്തി പറഞ്ഞു. ആർച്ച മിണ്ടാതെ നടന്നേയുള്ളൂ. കാരണം അവന്റെ കണ്ണിലെ കാഴ്ച എങ്ങനെ നഷ്ടമായി എന്ന് അവനും അവൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എടി ജാൻസി റാണി, നിനക്ക് ഈ നീലാണ്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? ഉഷ ചോദിച്ചു. ആർച്ച ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ അഭിപ്രായം? ബ്ലേഡ്, നല്ല ഒന്നാന്തരം ബ്ലേഡ്, അത്ര തന്നെ, ആൾ പുച്ഛത്തോടെ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, ഉഷ മുൻകൂറായി പറഞ്ഞു. ഏയ് ഇല്ലേച്ചി, പറഞ്ഞു. അവൾ അനുവാദം നൽകി. ആൽറെഡി ഈ നീലകണ്ഠന് നിന്റെ മേലൊരു കണ്ണുണ്ടോ എന്നൊരു സംശയം. കാരണം ഇപ്പൊ കൂടി അവൻ എൻ്റെ അടുത്ത് മിണ്ടിയപ്പോൾ പോലും അവൻ കണ്ണിമ വെട്ടാൻ നോക്കിയത് നിന്നെയാ. എന്റെ ചെറിയ ബുദ്ധിക്ക് തോന്നുന്നു അവൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്നാ. അവരത് പറഞ്ഞുകൊണ്ട് കുലുങ്ങി ചിരിച്ചു. അയാൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എടി പെണ്ണെ, അവൻ എന്താടി ഒരു കുറവ്, പൊന്നുപോലെ നോക്കും നിന്നെ. വേണ്ടേച്ചി, അത് ശരിയാവില്ല, നമുക്ക് നാളെ കാവിൽ വെച്ച് കാണാം. അതും പറഞ്ഞ് അവർ രണ്ടു വഴികളിലായി പിരിഞ്ഞുപോയി. അന്ന് രാത്രി നീലകണ്ഠൻ കിടക്കുകയായിരുന്നു. ഓർമ്മകൾ പല വർഷം പിന്നിലേക്ക് പോയി. നീലകണ്ഠൻ ആർച്ചയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവൾ തന്റെ ചെള്ളക്ക് പൊട്ടിക്കുന്ന കണ്ടിട്ടാണ്. ജോലിക്ക് പോകുന്നതിനായി അവളൊരു ടെമ്പോയിലാണെന്ന് യാത്ര ചെയ്തിരുന്നു. ആ ടെമ്പോയിൽ യാത്ര ചെയ്തിരുന്ന ഒരു ബിരുദൻ അവളുടെ നിതംബത്തിലൊരു പിടുത്തം. അവൻ തിരിയും മുന്നേ സ്പോട്ടിലൊരു അടി വീണു അവന്റെ മുഖത്ത്, കൂടെ ഒരു ചവിട്ടുകൊണ്ട് ആ ഞരമ്പൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണു. ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി. ആർച്ച പുറത്തിറങ്ങി അവനോട് പറഞ്ഞു. നിന്റെ വീട്ടിൽ കാണില്ലേ എന്റെ സൈസുള്ള സ്ത്രീകൾ, ഉദാഹരണത്തിന് നിന്റെ അമ്മയും പെങ്ങളൊക്കെ, മോൻ പോയി അവരെ പിടിച്ച് പഠിക്കേട്ടോ, അല്ലാതെ മോന്റെ കൈത്തിരിപ്പ് എന്നെപ്പോലുള്ള പെമ്പിളരോടല്ല തീർക്കേണ്ട, അവൾ വീറോടെ പറഞ്ഞു. കൂടെ നിന്നവരെല്ലാം അവൾ അമ്പരപ്പോടെ നോക്കി നിന്നു. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം കൈയടിച്ചു. അത് നീലകണ്ഠനായിരുന്നു. അവൾ അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് പോയി. പിന്നെ അവളെ അവൻ പലയിടങ്ങളിൽ വെച്ചും കണ്ടു. അവൾ പോലും അറിയാതെ അവളുടെ ദിനങ്ങൾ അവൻ കണ്ടറിഞ്ഞു. അവളുടെ കഷ്ടപ്പാടിനെ, അവളുടെ ബലഹീനതയെ, അവളുടെ ദേഷ്യത്തെ എല്ലാം അവൻ മറിഞ്ഞെന്ന് മനസ്സിലാക്കിയിരുന്നു. അവളോടുള്ള ആരാധന ഭ്രാന്തായി മാറിയപ്പോഴാണ് അന്ന് അവൻ അവളോട് തന്റെ ഇഷ്ടം പറയാൻ പോയത്. തന്നിൽ നിന്നും വിലകിപ്പോകുന്ന അവളെ എത്തിപ്പിടിച്ചപ്പോൾ അവളുടെ പഴയ തുണിയുടെ കൈഭാഗം കീറി തന്റെ കയ്യിൽ വന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്നവനെന്ന് കരുതിയാണ് ആർച്ച അവിടെ കിടന്ന ഒരു പാറക്കല്ലിന്റെ ചീലെടുത്ത് അവന്റെ കണ്ണിൽ കുത്തിയത്. അവന് നിലവിളി അവിടെ മുഴങ്ങിയിരുന്നു. കണ്ണിൽ നിന്ന് രക്തം മാറുന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു. ആർച്ച നിക്ക് പോലെ. ഓർമ്മകളിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് അവൻ തന്റെ കാഴ്ച നഷ്ടപ്പെട്ട കണ്ണു തൊട്ട് നോയിക്കൊണ്ടിരുന്നു. കാഴ്ച നഷ്ടമായപ്പോൾ ആദ്യം അവളോട് തീരാത്ത പക തോന്നിയിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് അവളെ നേടിയെടുത്തേ മതിയാവുന്നുള്ള വാശിയായിരുന്നു അവന്. പിറ്റേന്ന് കാർത്തികയായിരുന്നു. നീലകണ്ഠൻ അറിയാമായിരുന്നു അവൾ കാവിൽ ഉറപ്പായും വരുമെന്ന്. അവൻ കാവിൽ വിളക്ക് വെക്കുന്ന സ്ത്രീകളെ നോക്കി നിന്നു. അതാ താൻ വാങ്ങി നൽകിയ സാരി ഉടുത്ത് അവൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അവന് സന്തോഷമായി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നിമിഷ നേരം കൊണ്ട് അവന്റെ സന്തോഷം അവിടെ ഇല്ലാണ്ടായി. കാരണം സാരി ഉടുത്തൊരുങ്ങി നിന്ന് ഉണ്ണിമായായിരുന്നു. ദേഷ്യത്തോടെ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യുവതിയുടെ തലയിൽ മുട്ടിയത്. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. തനിക്ക് കണ്ണുണ്ടൂടെ? തന്റെ കണ്ണെവിടെ പോയി? ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അവനവളുടെ മുഖത്തേക്ക് നോക്കി. അത് ആർച്ചയായിരുന്നു. അവൾ കറുത്ത ബ്ലൗസും വെള്ളയിൽ കറുപ്പ് ബോർഡറുള്ള നേരിയതുമാണ് ധരിച്ചിരുന്നത്. അമ്മയുടേതായിരുന്നു അത്. ഒരു നിമിഷം അവിടെ തങ്ങളൊഴിയ ബാക്കിയെല്ലാം നിശ്ചലമായ പോലെ തോന്നിയവർക്ക് അവനാണെന്നറിയാൻ തെളിവ് പരിഭ്രമത്തോടെ പോവാനൊരുങ്ങിയവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു. അങ്ങനെ അങ്ങ് പോയാലോ? നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അവളുടെ കുപ്പിയോളയിട്ട കൈകളെ പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ നിന്ന് അവിടെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറയാൻ, എനിക്കൊന്നും കേൾക്കണ്ട, ആർച്ച പകപ്പോടെ പറഞ്ഞു. അവള് നിക്കടി വേണേ, നിന്നെ ഞാനിങ്ങനെ അങ്ങ് പിടിച്ച് തിന്നൊന്നുമില്ല. അതും പറഞ്ഞ് അവനവളുടെ മുഖത്തേക്ക് തന്റെ മുഖമാഴ്ത്താൻ തുടങ്ങി. ആർച്ച അവൻ അടിക്കാനായി ഓങ്ങി. എന്നാൽ അവനവളുടെ കൈ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി. കിടന്ന് പെടക്കാതടി വേണേ, നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാലും നീ എന്റെ പെണ്ണാവേണ്ടവളല്ലേ? അവൻ മൃദുലമായ അവിടെ വയറ്റിൽ ചുറ്റി വരിഞ്ഞു. നിന്നെ ഇന്ന് കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗി. അവനവിടെ കാതോരം തലയാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നീ എന്താണ് വേണേ, ഞാൻ ഇന്ന് നിന്റെ അടുത്ത് എന്തെങ്കിലും പറയാമെന്നാലും എന്നെ കേൾക്കാൻ നിൽക്കാത്തത്? അന്ന് ഞാൻ എന്റെ ഇഷ്ടം നിന്നോട് പറയാമെന്നാ. അന്ന് നിന്റെ തുണി വേണമെന്ന് വെച്ച് കീറിയതല്ല ഞാൻ, അതൊരു അബദ്ധമായിരുന്നു. അന്ന് നീ എൻ്റെ ഒരു ഭാഗ്യം ഇട്ടാക്കി തന്നു. എൻ്റെ ഒരു ശരീരഭാഗത്തിനെയാ നീ ഇല്ലാതാക്കിയത്.
എന്നിട്ട് കൂടി ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വില പേശാനാ. നിന്റെ അനിയത്തിക്കുട്ടിയുടെ മാനത്തിന്റെ വില. അവൻ പറഞ്ഞു നിർത്തി. അതുവരെയും കുതിരക്കൊണ്ട് നിരുന്ന ആർച്ച നിശ്ചലയായി നിന്നു. അവൻ പറഞ്ഞു, നീ എന്നെ ചിലപ്പോൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ തന്റെ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ അനുജത്തിയുടെ മാനത്തിന്റെ വില പറയാൻ നീ ആരാ? അതിനു വേണ്ടുന്ന എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? അത് പറയുമ്പോൾ അവളുടെ ചുണ്ടൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കവറിലുണ്ടല്ലോ, ഞാനൊരു മാന്യനായതുകൊണ്ട് ഇത് ഞാൻ തുറന്നു നോക്കുന്നില്ല. നീ തന്നെ തുറന്നു നോക്കോ. അവൻ ഫോട്ടോസ് അടങ്ങിയ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. വെറുക്കുന്ന കൈകളോട് ആർച്ച അത് വാങ്ങി. അവൾ അവനെ തട്ടി മാറ്റിക്കൊണ്ട് ഓടിയിരുന്നു. ആർച്ച തന്റെ വീട് ലക്ഷ്യമാക്കി ഓടി. അവളുടെ ഇരു കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. തന്റെ കുഞ്ഞനിയത്തി എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയോ എന്ന് അവൾ ഭയന്നു. കൂട്ടുകാരികളുമായി ബടായി പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണിമായുടെ അടുത്തേക്കാണ് നീലകണ്ഠൻ പോയത്. അവൾ പുച്ഛഭാഗത്തിൽ അവനോട് ചോദിച്ചു, എന്താണ് ബ്ലേഡേ, എന്താ കാര്യം? ഇവിടെ വെച്ച് എന്താ പലിശ വിരിക്കുവോ? കൂടിയുന്ന പെൺപിള്ളേരെല്ലാം അത് കേട്ട് ചിരിച്ചു. നീലകണ്ഠൻ അവരെ കൂർപ്പിച്ച് നോക്കി. അതോടെ അവരെല്ലാം മാറിപ്പോയി. വലിയ ഗമയിൽ സാരി ഒതുക്കിക്കൊണ്ട് അവൾ ദീപങ്ങൾ തെളിയിക്കുകയായിരുന്നു. അവൻ അവളടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഈ സാരി ഞാൻ നിന്റെ ചേച്ചിക്ക് വാങ്ങി നൽകിയതാ. ഇത് ഉടുക്കാനുള്ള യോഗ്യത അവൾക്ക് മാത്രമാ. മര്യാദക്ക് നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് അവളുടെ അടുത്ത് ഈ സാരി എടുത്ത് വരാൻ പറയണം. നീലകണ്ഠന്റെ വർത്തമാനം ഉണ്ണിമായ ഒരു ഞെട്ടിലോടെയാണ് കേട്ടുന്നത്. അവൾക്കത് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു. നീലകണ്ഠൻ ഒരു പ്രമാണിയായിരുന്നു. തന്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതമാണല്ലോ കിട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ച് അവൾ ആകെ അസ്വസ്ഥയായി. അവൾ ചോദിച്ചു, ഞാൻ എന്തിനീ സാരി അവൾക്ക് തിരികെ കൊടുക്കണം? മാത്രമല്ല, നിങ്ങൾ വരാൻ പറയുന്ന സ്ഥലത്ത് അവൾ എന്തിനു വരണം? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. എടി പെണ്ണേ, നിന്റെ ചേച്ചി ഈ നീലാണ്ടന്റെ പെണ്ണാ. പക്ഷെ ഞാൻ അവൾ നാളെ വരാൻ പറഞ്ഞതിന്റെ കാരണം നീ അറിയണ്ട. ഈ സാരി അവൾക്ക് നീ തിരികെ കൊടുത്തില്ലെങ്കിൽ ഞാൻ നാളെ വീണ്ടും ഒരു വരവ് വരും. അത് നീ താങ്ങില്ല. അതും പറഞ്ഞ് അവനവിടുന്ന് പോയി. പുണ്യമായ ഓർത്തു, താൻ ഈ സാരി അവൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പോയതാണ്. 2 സെന്റിമെന്റൽ വർത്താനം പറഞ്ഞപ്പോൾ അവൾ ഫ്ലാറ്റായി തനിക്ക് തന്നതാ. അത് തിരികെ ഏൽപ്പിക്കണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു. നീലകണ്ഠനെ ഭയമായതിനാൽ അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. ആർച്ച ഓടിക്കവച്ചാണ് വീട്ടിലെത്തിയത്. അവൾ വേഗം തന്നെ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവൾ വിറയാർന്ന കൈകളോടെ ആ കവർ തുറന്നു നോക്കി. അവളുടെ നെറ്റിത്തടം വിയർത്തു. ഇരുമിഴികളും നിറഞ്ഞു. അവൾ കഥകിൽ ചാരി ഊർന്നിറങ്ങി ഇരുന്നു പോയി. തന്റെ അനുജത്തിയുടെ ന്യൂഡ് ഫോട്ടോസ് ആയിരുന്നു അവയെല്ലാം. അവൾ ഈശ്വരനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. തന്റെ അനുജത്തി ഇതറിഞ്ഞാൽ സഹിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾക്ക് മനസ്സിലായി ഈ തെറ്റെന്നാണ് സംഭവിച്ചതെന്ന്. അന്ന് കൂട്ടുകാരുമായി വൈകി വരികയും അവളുടെ ദേഹത്തുനിന്ന് തനിക്ക് പരിചിതമല്ലാത്ത പെർഫ്യൂമിന്റെ സുഗന്ധം വന്നപ്പോഴേ അവൾക്ക് മനസ്സിലായതായിരുന്നു തന്റെ അനുജത്തി ഏതോ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന വസ്തുത. ആർച്ചക്ക് അവളുടെ കൂട്ടുകാരുടെ മേൽ തീരാത്ത വൈരാഗ്യം തോന്നി. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ആർച്ച വേദനയോടെ മുറിയിലിരിക്കുമ്പോഴാണ് വാതിൽ കൊട്ടിയേട്ടത്. അത് ഉണ്ണിമായായിരുന്നു. ആർച്ച തന്റെ ഈറനണിഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ തനിക്ക് കിട്ടിയ സാരി മടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ അനുജത്തിയെ നോക്കി അവൾ മിഴിഞ്ഞു നോക്കി. ദാ നിന്റെ സാരി, എനിക്കൊന്നും വേണ്ട. ഈ സാരി നിനക്ക് നീലകണ്ഠൻ ചേട്ടൻ വാങ്ങിയതാ. ചേട്ടൻ പറഞ്ഞു നാളെ നീ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മൈതാനത്ത് ചെല്ലാൻ. അതും പറഞ്ഞവൾ പോയി. ആർച്ച ഞെട്ടി നിൽക്കുകയായിരുന്നു. അതുകൂടി കേട്ടപ്പോൾ ആൾക്കറിയാമായിരുന്നു നീലകണ്ഠന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഇത്രയും വിലയുള്ള സാരി ആ ടെക്സ്റ്റൈൽ ഷോപ്പുകാരൻ തനിക്ക് ഫ്രീ ആയിട്ട് തന്നപ്പോഴേ താൻ സംശയിക്കേണ്ടിയിരുന്നു. അവൾ ഓർത്തു. അവൾ ആ സാരിയെ മുറുക്കെ പിടിച്ചു. പിറ്റേന്ന് രാവിലെ ആർച്ച ജോലിക്ക് പോകാൻ നേരെ പോയത് ഉണ്ണിമായുടെ കോളേജിലേക്കായിരുന്നു. ഗുൽമോഹർ വൃക്ഷത്തിന്റെ കീഴിൽ അവിടെ ഗേൾസ് ആൻഡ് ബോയ്സ് ഫ്രണ്ട്സ് എല്ലാം ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയാർച്ചയെ കണ്ടപ്പോഴേ എല്ലാവരും വാപ്പുത്തി ചിരിക്കാനും അവളുടെ വസ്ത്രത്തെ കളിയാക്കാനും തുടങ്ങി. ഉണ്ണിയാർച്ച അവരോട് ചോദിച്ചു, എന്റെ അനുജത്തിന്റെ കൂടെ അന്ന് പാർട്ടിക്ക് പോയത് ആരൊക്കെയാ? അവൾ അവിടെ നേർക്ക് നോക്കി ചോദിച്ചു. അവളുടെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായ 1-2 പയ്യന്മാർ അവിടുന്ന് ഓടാൻ തുടങ്ങി. അതിൽ കലിയേറിയ ഉണ്ണിയാർച്ച അവിടെ കിടന്നിരുന്ന ഒരു തടിയുടെ കഷ്ണമെടുത്ത് അവരെറിഞ്ഞു. ഏറുകൊണ്ട് രണ്ടുപേരും തറയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ വരുന്ന പെൺപിള്ളേരെ എന്തിനാണ് ഇങ്ങനെ ചതിക്കുന്നത്? നിങ്ങൾക്കില്ലേ അമ്മയും പെങ്ങന്മാരും? എന്റെ അനുജത്തിയുടെ ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം നൽകിയത്? ആളുകാരുടെ മുടിയിഴകളെ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. ഈ ഫോട്ടോയുടെ നെഗറ്റീവ് ഇനി വേറെ ഉണ്ടോ? ഇല്ല, ഫോട്ടോസും നെഗറ്റീവും ഞങ്ങൾ നീലകണ്ഠ മുതലാളിക്കാ വിറ്റ്. പുള്ളി ഞങ്ങൾക്ക് നല്ലൊരു വില തന്നു. അയാൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞ്. ആളോടെ കിടന്നിരുന്ന തടിക്കാഷ്ടം എടുത്ത് അവരടിച്ച് ഇഞ്ചപരുവാക്കി. നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാ ധൈര്യമായിട്ട് ഈ ഉണ്ണിയാർച്ചയുടെ പേര് പറയാം. അതും പറഞ്ഞ് ആളോടൊന്നും പോയി. വൈകുന്നേരം ആർച്ച നീലകണ്ഠം പറഞ്ഞ മൈതാനത്തുനിന്നു. അവിടെ അവൻ കാത്തിരിപ്പുണ്ടായിരുന്നു. കൈകൾ പിണച്ച് കെട്ടിക്കൊണ്ട് തന്റെ കാറിന് മുമ്പിലായി നിന്നു. താൻ വാങ്ങി നൽകിയ ആകാശ നിലനിർത്തിയുള്ള സാരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു. അവൻ അവൾ അടിമുടി നോക്കി നിന്നു. അവൾ അവന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒരു ട്രെയിൻ അതുവഴി പാഞ്ഞുപോയി. ഉണ്ണിയാർച്ചയുടെ മനസ്സും അത്രമേൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം തന്റെ അനിയത്തിയുടെ മാനത്തിനു ബദലായി അവൻ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന് ആലോചിച്ച് അവൾ ഭയന്നു. അവൻ വാശിൽ നോക്കി പറഞ്ഞു, ആഹാ, കൃത്യസമയാണല്ലോ. എനിക്ക് കൃത്യത വെച്ച് പുലർത്തുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്.
അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണിയാർച്ചോ, നീ സാരിയിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഈ കളർ നിനക്ക് നന്നായി ചേരുന്നുണ്ട്. പക്ഷേ എന്തോന്നും കുറവുണ്ട്. അവൻ അവളെ നോക്കി നഖം കടിച്ചുകൊണ്ട് അവളുടെ ചുറ്റിലും നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ പറഞ്ഞു. ആ, ഇപ്പൊ പിടികിട്ടി. എന്റെ പേരിൽ കൊരുത്ത താലിച്ചരടും എന്റെ ദീർഘായുസിനു വേണ്ടി നീയാണ് എന്റെ സിന്ദൂരവാ നിന്നിൽ ഞാൻ കാണുന്ന കുറവ്. അവർക്ക് അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായി. അത് നടക്കില്ല. നിന്നെ പോലെ വൃത്തിയായിട്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, അവൾ തീർത്ത് പറഞ്ഞു. പണക്കുതിരായ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ചോദിക്കാം. എന്റെ അനിത്യയുടെ ജീവിതം വെച്ച് നീ കളിക്കരുത്. കളിച്ചാ നിനക്കിന് ശരിക്കും അറിയാലോ, ഒരു താക്കീതെന്നോണം അവൾ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്ന്, അവൻ കൈകൊട്ടിക്കൊണ്ട് അവളെ വിളിച്ചു. അവൾ അവിടെ നിന്നു. എടി പെണ്ണേ, നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യം എന്താണെന്ന് അറിയോ? ഒന്ന്, നിന്റെ കണ്ണിൽ അഗ്നിയും. 2, നിന്റെ ഈ വിയർപ്പ് ഗന്ധമുള്ള ശരീരമാ. എനിക്ക് എന്തിനാടി വേണേ നിന്റെ കാശ്? ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള സമ്പാദിച്ചിട്ടുണ്ട്. നിന്നെ പോലൊരുത്തെ കെട്ടിയാൽ നിന്നെയും നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും നല്ലപോലെ നോക്കാനുള്ള കാശ് ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. എനിക്ക് വാശിയാ നിന്നോട്, നിന്നെ അറിയാനുള്ള വാശി, നിന്റെ കോപത്തെ വീണ്ടും അടക്കാനുള്ള വാശി. ഞാനതിൽ ജയിക്കുക തന്നെ ചെയ്യും ഉണ്ണിയാർച്ചേ, അവൻ അവളെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോള് ഞാൻ പറഞ്ഞ പ്രപ്പോസല് നല്ലപോലെ ഒന്ന് ആലോചിക്ക്. കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പറഞ്ഞവളല്ലേ നീ. നീ ഒരിക്കലും അനിയത്തിയുടെ മാനത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വില പേശില്ല. അവളൊന്നും മിണ്ടാതെ തിരികെ നടന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നീ സമ്മതിക്കും, നിനക്ക് വേറെ വഴിയിൽ ഉണ്ണിയാർച്ചേ. നീ നീലാണ്ടന്റെ പെണ്ണാ. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് തന്റെ കീപാഡ് ഫോൺ ശബ്ദിക്കുന്നവൾ കേട്ടത്. ഹലോ, അവൾ പറഞ്ഞു മറുതൽക്കൽ നിന്ന്. ഉറങ്ങിയില്ല പെണ്ണേ നീ, എന്തിനാ ഇത്രയും ആലോചന? എന്റെ പ്രപ്പോസൽ നിനക്ക് അംഗീകരിച്ച എന്താ കുഴപ്പം? അവൻ ചോദിച്ചു. അവളൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്ത് പോയി കിടന്നു. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. അവൾ അക്ഷമയായിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ സ്വസ്ഥായിരിക്കാൻ വിടില്ലേ? എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ നിന്റെ സ്വസ്ഥതയുടെ കാര്യം, നീ ആ വീട്ടിൽ ജീവിക്കുന്ന കാലം വരെയും അത് നിനക്ക് ലഭിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആർച്ചേ, എനിക്ക് ഈ ഫോട്ടോസ് നിന്റെ അനിയത്തി കാണിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ഞാൻ കാണിച്ച നീയും നിന്റെ അനിയത്തി എൻ്റെ കാൽക്കിൽ വരും. അതുകൊണ്ട് ഈ നീലാണനെ കൊണ്ട് മോൾ കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത്. നാളെ വൈകുന്നേരം എനിക്ക് മറുപടി കിട്ടണം. അവന്റെ വാക്കുകൾ കണിശമായിരുന്നു. കോള് കട്ടായി എന്ന് മനസ്സിലായപ്പോൾ അവളൊന്ന് വിശ്വസിച്ചു. അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്നത്തെയും പോലെ അന്ന് അവൾ ജോലിക്ക് പോയി. മനസ്സിൽ ശരിയല്ലാത്തതുകൊണ്ട് തയ്ച്ചതെല്ലാം തെറ്റുകയാണ് ഉണ്ടായത്. അവൾ ധൃതിപ്പെട്ട് അവയെല്ലാം അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കണ്ണെത്തി നിലത്ത് മനസ്സിനെ എത്തിക്കാൻ അവൾക്കായില്ല. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തുനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയി അവൾ. എന്താ മോളെ, നീ ഇന്ന് നേരത്തെയാണല്ലോ? അമ്മ ചോദിച്ചു. അവൾ ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, നല്ല തലവേദന, ഞാനത് അമ്മയുടെ മടിയിൽ കിടന്നോട്ടെ. അമ്മ അവളെ മടിയിൽ കിടത്തി അവളുടെ തലമുടിയിൽ കൈയോടിച്ചുകൊണ്ടിരുന്നു. ആർച്ചയുടെ കണ്ണുകൾ തൂവിക്കൊണ്ടിരുന്നു. അമ്മേ, എൻ്റെ അച്ഛനൊരു പാവായിരുന്നല്ലേ. എന്നെ എന്ത് ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സ്നേഹം തിരിച്ചിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കഷ്ടപ്പെട്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മേ ഉണ്ണിയെ അച്ഛനും എന്നെ സ്നേഹിക്കാത്തത്? ഞാൻ അവരെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് അവൾ മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു. അന്ന് കോളേജിൽ നിന്ന് മടങ്ങിയെത്തി ഉണ്ണി വലിയ ദേഷ്യത്തിലായിരുന്നു. ഉമ്മർത്തിരുന്ന അമ്മ പറഞ്ഞു. നീ വന്നോ ഉണ്ണി, വാ, അമ്മ കാപ്പി തരാം. അവർ സ്നേഹത്തോടെ മകളെ വിളിച്ചു. എന്നാൽ ദേഷ്യത്തിലായിരുന്നു അവൾ പറഞ്ഞു. എവിടെ നിങ്ങളുടെ മൂത്ത മകള്? അവൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അവൾ കരുതുള്ളി നിന്നു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഉണ്ണി, നീ എന്താ ഈ പറയുന്നത്? അവൾ നിന്റെ ചേച്ചിയാ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അവർ മകളെ താക്കീത് ചെയ്തു. ചേച്ചി പോലും അവളെന്റെ ചേച്ചിയല്ല, ഹട്ടയെ പോലെ ഇവിടെ കടിച്ചു തൂങ്ങുന്നൊരു ജന്മം, അവൾ അറപ്പോടെ പറഞ്ഞു. രാധാമണിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരവളുടെ കരണ നോക്കിന്ന് കൊടുത്തു. ഈ അടി നീ പട്ടയെ പോലെ ഉപമിച്ച് അവൾ തരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നീ ഇത്രക്ക് തരം താഴില്ലായിരുന്നു. അമ്മേ, ആർച്ച ദയനീയമായി വിളിച്ചു. ഉണ്ണി മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു. അമ്മയുടെ സാൽപുത്രി എന്തിനാ എന്റെ ഫ്രണ്ട്സിനെ തല്ലിച്ചെന്ന് ചോദിച്ചേ? അമ്മ അമ്പരത്തോണ്ട് ചോദിച്ചു. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്, സത്യാണോ? അവർ കുനിഞ്ഞേൽക്കുന്ന ആർച്ചയെ നോക്കി ചോദിച്ചു. അമ്മേ, എനിക്കതിന് ഉത്തരം പറയാനാവില്ല. ഉണ്ണി വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാനൊരല്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതാ കാരണം. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് നീ എന്തിനെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്? ഉണ്ണി മോളെ, നീ നിന്റെ ചേച്ചിയൊന്ന് വിശ്വസിക്കുക. ഞാൻ എന്ത് ചെയ്താലും നിന്റെ നല്ലതിന് വേണ്ടിയാ. നിന്റെ ആ കൂട്ടുകാർ നല്ലവരല്ല, അതാ ചേച്ചി. നീ എനിക്ക് എൻ്റെ അച്ഛനൊരു നല്ലതും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എനിക്കൂടി ലഭിക്കേണ്ട സ്നേഹം നീ ഒറ്റയ്ക്ക് അനുഭവിച്ചു. ഇപ്പം എൻ്റെ എല്ലാമെല്ലാം എൻ്റെ കൂട്ടുകാരെ ഉപദ്രവിക്കുകയും ചെയ്തു. നീ ഒരു ദുഷ്ടയാ, അവൾ യാതൊരു ധൈര്യമില്ലാതെ പറഞ്ഞു. ആർച്ച കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അമ്മ ഉണ്ണിയോടായി പറഞ്ഞു. നിന്റെ കൂട്ടുകാരെ തല്ലിയതിന്റെ പേരിൽ നീ അവൾ ഇത്രയും കാലം ചെയ്തെന്ന പല കാര്യങ്ങളും മറന്നു അല്ലേ?
എടി അവൾക്ക് നിന്നിൽ നിന്ന് 3 വയസ്സ് മാത്രമാണ് കൂടുതലുള്ളത്. എന്നിട്ട് അവൾ നിന്നെ കൊണ്ടൊരു കരിയില കൂടി എടുപ്പിച്ചിട്ടില്ല. അവൾ നിന്നെ പഠിപ്പിച്ചു, നിനക്ക് വേണ്ടുന്നതും വേണ്ടാത്തതെല്ലാം ചെയ്തു തന്നു. അവളൊരു പുത്തൻ തുണി കൂടി എടുത്തിട്ടില്ല. അവൾ ജീവിച്ച മുഴുവൻ നിന്റെയും നിന്റെ അച്ഛന്റെയും സ്നേഹത്തിന് വേണ്ടി മാത്രം. എനിക്കെന്റെ മകളെ വിശ്വാസ. അവൾ നിന്റെ കൂട്ടുകാരെ തല്ലിയതിൽ ഉറപ്പായിട്ടൊരു കാരണം കാണും. നീ ബുദ്ധിമുട്ടിയല്ലേ, പോയി കണ്ടുപിടിക്ക്. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. അന്ന് വൈകുന്നേരം നീലകണ്ഠന്റെ കോള് വന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൾ പറഞ്ഞു, എനിക്ക് സമ്മതം. അവൾ കോള് കട്ട് ചെയ്ത് കണ്ണുകളടച്ച് കിടന്നു. പിറ്റേന്ന് നീലകണ്ഠൻ അവന്റെ കുറച്ച് ബന്ധുക്കൾ ആർച്ചയുടെ വീട്ടിൽ വന്നു. എല്ലാവരും കൂടി പെട്ടെന്ന് വന്നപ്പോൾ രാധാമണിയമ്മൊന്ന് പകച്ചുപോയി. എന്താ എല്ലാവരും കൂടെ? നീലകണ്ഠനാണ് അതിനുള്ള ഉത്തരം പറഞ്ഞത്. അമ്മേ, ഞാൻ ആർച്ച വിവാഹം കഴിക്കുന്നതിനായിട്ട് നിശ്ചയം ചെയ്യാമെന്നാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ആർച്ച ഉമ്മറത്തെത്തിയിരുന്നു. നീലകണ്ഠൻ അവൾ തമ്മിൽ ചിരിച്ചു. അമ്മ ദേഷ്യത്തോടെ അവളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്താ മോളെ ഇതൊക്കെ? നീ ഇത്രയും വലുതായ കാര്യം അമ്മ അറിഞ്ഞില്ല. നിന്റെ വിവാഹം ഒറ്റയ്ക്ക് തീരുമാനിക്കാനൊക്കെ ആയോ നീ? എനിക്ക് ഈ നിമിഷം വരെ നിന്നെ ഓർത്ത് അഭിമാനമായിരുന്നു. എന്നാൽ ഇപ്പൊ തൊട്ട് അങ്ങനെയല്ല. അവരതും പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി. ഈ വിവാഹം നടക്കില്ല, അമ്മ തറപ്പിച്ചു പറഞ്ഞു. നീലകണ്ഠൻ മലർക്കെ ചിരിച്ചു. അമ്മേ, ആർച്ച വിളിച്ചു. അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഈ നിമിഷം ഇറങ്ങിപ്പോവും, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണി അവിടെ എത്തിയിരുന്നു. അവൾ ബാഗ് ഊരി അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ ഇവള് സ്വാർത്ഥയാ എന്ന്, ഇവൾക്ക് സ്വന്തം കാര്യം മാത്രമാ. അവൾ വെറുപ്പോടെ പറഞ്ഞു. ആർച്ച തലകുനിച്ച് നിന്നതേയുള്ളൂ. അമ്മ ദേഷ്യത്തോടെ അവളുടെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിനക്ക് ഈ വീട്ടിൽ ഇന്നൊരു സ്ഥാനവുമില്ല. അതും പറഞ്ഞ് അവരവളെ തള്ളി നീലാണ്ടന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ആർച്ചയുടെ മുന്നിൽ അമ്മ ഉണ്ണിയുമായി കയറി വാതിൽ കൊട്ടിയടച്ചു. അവൾ ആ കാഴ്ച കണ്ട് ഹൃദയം നുറുങ്ങി അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. അതുവരെ ചിരിച്ചിരുന്ന നീലാണ്ടന്റെ മനസ്സ് പോലൊന്ന് പതറിപ്പോയി. അവനവളെ സാവകാശം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ച വാതിൽ മുമ്പിൽ നിന്നുകൊണ്ട് വീറോടെ പറഞ്ഞു, ഇവള് ഈ നീലാണ്ടന്റെ പെണ്ണാ. ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണം ഇവളെ. ശേഷം അവൻ അവളെ തന്റെ ജീപ്പിന്റെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ട് അവിടെ നിന്നും പോയി. അവളുമായിട്ട് അവൻ പോയത് പുതുതായി പണി കഴിപ്പിച്ച ഒരു സൗധത്തിന് മുന്നിലായിരുന്നു. അവൻ അവളെ സ്വീകരിച്ചു. അവൻ അവൾക്കായി ഒരു നിലവിളക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വീട്ടിലെ അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും ഭർത്താവൊക്കെ ഞാൻ തന്നെയാ. വെറും ഇഷ്ടികയും സിമെന്റും കമ്പിയും കൊണ്ട് പണിത ഈ കെട്ടിടത്തിനെ ഇനി വീടാക്കി മാറ്റേണ്ടത് നിന്റെ കടമയാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ വീട് നിറയെ അവൾ പോലും അറിയാതെ അവനെടുത്ത് അവളുടെ ഫോട്ടോസ് ആയിരുന്നു. അവളത് നോക്കി അതിശയത്തോടെ നിന്നു. അങ്ങനെ നോക്കി നിൽക്കുന്നവരുടെ തോളിൽ പിറകിലൂടെ ചെന്ന് തല വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ എന്നെ അറിയും മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു ആർച്ച. നിന്റെ നിഴലായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ അനിയത്തി എൻ്റെ അനിയത്തിയാ. അവളുടെ ആ ഫോട്ടോസെല്ലാം ഞാൻ അന്നേ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. നീ അതോർത്ത് ആകുലപ്പെടേണ്ട, അവൻ അവളുടെ അടുത്ത് പറഞ്ഞു. നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഭാര്യയായി എൻ്റെ മക്കളുടെ അമ്മയായിട്ട് ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുക, അത്രമാത്രം. ഒരിക്കലും നിന്റെ അനിയത്തി അമ്മയും നിന്റെ മഹിമ മനസ്സിലാക്കി ഈ പടിക്കൽ വരും. നമുക്ക് കാത്തിരിക്കാം, അവൻ പറഞ്ഞു. ആർച്ച അവനെ ഇറുക്കെ പുണർന്നു. അവരുടെ മിഴികൾ നിറഞ്ഞു. അവൾ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കണ്ണിൽ മൃദുവായി തലോടി. ശേഷം അവളെ ദീർഘമായി ഒന്ന് ചുംബിച്ചു. അവൾ കാത്തിരുന്നു. ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന തൻ്റെ കുഞ്ഞിപ്പങ്ങളെ. നമുക്കും കാത്തിരിക്കാം ആ ഒരു ദിവസത്തിനായി.